അമേരിക്ക ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ നടപടി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രവ്യാപാരം, കശുവണ്ടി, കയർ കയറ്റുമതി തുടങ്ങിയവയായിരിക്കും നികുതി വർധനവ് പ്രതികൂലമായി ബാധിക്കുക എന്നതാണ് വിദഗ്ധ അഭിപ്രായം. ഇന്ത്യയുടെ കയറ്റുമതിയിൽ കേരളം വളരെ വലിയ ശക്തിയല്ലെങ്കിലും ഒരു നിർണായക ശക്തിയാണ്. ചില പ്രത്യേക ഇനങ്ങളിൽ നമ്മുടെ കരുത്ത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പ്രത്യേകിച്ചും സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ മുൻനിര കയറ്റുമതി സംസ്ഥാനങ്ങളിലൊന്നാണ്. സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കുള്ളൊരു പ്രത്യേകത അത് സമുദ്രത്തിൽ നിന്ന് മത്സ്യം പിടിക്കുന്നവരുടെ കാര്യം മാത്രമല്ല, അത് കരയിൽ സംസ്കരിച്ച് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുന്നത് വരെയുള്ള വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് പേരുടെ ഒരു ജോലിയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അതുപോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന കിച്ചൺ സാധനങ്ങൾ, ഇങ്ങനെയുള്ള തുണിത്തരങ്ങളുടെ കാര്യത്തിലും കേരളം അത്ര മോശമല്ലാത്തൊരു നിലവാരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 10-25,000-ലേറെ പേർ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ടെക്സ്റ്റൈൽസ് രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. മത്സ്യ ഉൽപ്പാദനവും സംസ്കരണവും സംബന്ധിച്ചുള്ള മേഖലയിൽ നോക്കുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആൾക്കാർ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കശുവണ്ടിയുടെ മേഖല. നമ്മൾ ആഫ്രിക്കയിൽ നിന്നും മറ്റും കശുവണ്ടി വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്ന് സംസ്കരിച്ച് പാക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് മറ്റും കയറ്റി അയക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള മേഖലകളിൽ വളരെ ഏറെ തൊഴിലുകൾ ഉണ്ട്. അതുതന്നെയാണ് കയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിലുള്ളത്. കയർ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ അധികം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും വിദേശത്തേക്ക് ഒത്തിരി ഏറെ ഡിമാൻഡ് അതിനുണ്ട്, പ്രത്യേകിച്ചും ജൈവ ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കയർ ജിയോ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതിൻ്റെ കയറ്റുമതിയൊക്കെ വലിയ തോതിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടുതലും അമേരിക്കയിലേക്കാണ് പോകുന്നത് തന്നെ. കാരണം ലക്ഷൂറിയസ് ആയിട്ടുള്ള വിഭാഗത്തിന് മാത്രമാണ് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒലിയോ റെസിൻ മേഖല. സുഗന്ധവ്യഞ്ജനങ്ങൾ എടുക്കുക, അതിൽ നിന്ന് സത്ത് എടുത്ത് പാക്ക് ചെയ്ത് അയക്കുകയും ചെയ്യുന്ന ഒലിയോ റെസിൻ മേഖല അതൊരു വലിയ ബിസിനസ് മേഖലയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിൻ്റെ വില കുറയുമ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടാണ്. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ ഈ മേഖലകളിൽ നിന്നെല്ലാം നമുക്ക് മത്സരമുണ്ട്. അതുപോലെ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇക്വഡോർ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ദക്ഷിണ അമേരിക്കയിൽ. അവർക്ക് 10% നികുതിയേ ഉള്ളൂ. നമ്മൾ 25%, പിന്നെ പിഴച്ചുങ്കവും കൂടി അടച്ച് അവിടേക്ക് നമ്മുടെ ഉൽപ്പന്നം എത്തിക്കുമ്പോഴേക്ക് അവരുടേത് 3 തവണ വിറ്റ് കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വലിയ ചലഞ്ചാണ്, വെല്ലുവിളിയാണ് ഈ സാഹചര്യം ഉയർത്തിയിരിക്കുന്നത്.